ബാക്കിയുള്ളവർക്ക് മാറി ബാക്കിയുള്ളവർ മാറി കരിങ്കൊടി മാറ്റിക്കോ. കൊട്ടാരക്കരയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷന് സമീപം അമ്പലക്കര ഗ്രൗണ്ടിൽ പുതുതായിട്ട് ആരംഭിക്കുന്ന വർക്ക് നിയർ ഹോമിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊട്ടാരക്കരയിലേക്ക് എത്തിയപ്പോഴാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷന് സമീപം ഇത്തരത്തിൽ കരിങ്കൊടി കാണിച്ചത്. ഉടൻ തന്നെ കൊട്ടാരക്കര പോലീസും അതേപോലെ തന്നെ എസ്കോർട്ട് വന്ന പോലീസ് സംഘവും ഇപ്പോൾ ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുകയാണ്. കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷന് സമീപത്തു നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകരിലേക്ക് കൊട്ടാരക്കര ന്യൂസിലൂടെ എത്തിച്ചത്. ഏകദേശം അരമണിക്കൂർ മുന്നേ തന്നെ മുഖ്യമന്ത്രി വരുന്നതറിഞ്ഞ് യൂത്ത് കോൺഗ്രസുകാർ റോഡിന് സമീപം കാറിൽ തങ്ങി നിൽക്കുകയായിരുന്നു. ഇതിനെ തുടർന്ന് സംശയം തോന്നുന്ന പോലീസ് ഇവർക്ക് ഈ വാഹനത്തിന് ചുറ്റും കാവലായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ദൃശ്യങ്ങളിൽ കാണുന്ന KL 24Y 2030 വാഹനത്തിലാണ് ഇവർ ഇവിടെ പാർക്ക് ചെയ്തിരുന്നത്. ഇതിനുശേഷമാണ് ഇവരെ പോലീസ് പിന്തുടർന്നെത്തി ഇവിടെ നിന്നും കവർ ചെയ്ത് നിന്നത്. ഉടൻ തന്നെ കൊല്ലത്തു നിന്നും കൊട്ടാരക്കരയിലേക്ക് വരികയായിരുന്ന മുഖ്യമന്ത്രിയുടെ വാഹനത്തെയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ കരിങ്കൊടി കാണിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെയും കൊല്ലത്തും ഇതേ സമാനമായ സംഭവം ഉണ്ടായിരുന്നു. അത് കൊല്ലത്തെ പരിപാടിക്ക് ശേഷം കൊട്ടാരക്കരയിലേക്ക് എത്തിയപ്പോഴാണ് ഇത്തരത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കരിങ്കൊടി കാണിച്ചിരിക്കുന്നത്. ഏകദേശം 5ഓളം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയാണ് ഇപ്പോൾ ഇവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് മാറ്റിയിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിലുണ്ടായ ഇതിൽ വലിയ രീതിയിൽ തന്നെ ഉന്തും തള്ളും ഉണ്ടായിരുന്നു. വളരെ ബലപ്രയോഗം ഉപയോഗിച്ചാണ് ഈ വാഹനം അവരുടെ വണ്ടിയല്ലേ പോയി സ്റ്റേഷനിൽ പോയി മേടിച്ചാൽ മതി. സ്റ്റേഷനിലായിരിക്കും. അല്ല ഈ വണ്ടി ജാതി അന്നേരം നിങ്ങളാരെങ്കിലും മേടിച്ചോ പോരായിരുന്നു.